നമസ്കാരം. ഇന്ത്യൻ ഭരണ സംവിധാനത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും, പ്രത്യേകിച്ച് സിവിൽ സർവീസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് നമ്മുടെ ഭരണഘടന. ഇതൊരു നിയമപുസ്തകം മാത്രമല്ല, ഒരു രാജ്യത്തെ മുഴുവൻ മുന്നോട്ട് നയിക്കുന്ന ചട്ടക്കൂടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അതിന്റെ അടിസ്ഥാന തത്വങ്ങളിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, 140 കോടി ജനങ്ങൾ, നൂറുകണക്കിന് ഭാഷകൾ, ആയിരക്കണക്കിന് സംസ്കാരങ്ങൾ, വിവിധ മതങ്ങൾ. ഇത്രയും വൈവിധ്യങ്ങളുള്ള ഒരു ജനതയെ ഒരൊറ്റ നിയമത്തിന് കീഴിൽ എങ്ങനെയാണ് ഒരുമിച്ച് പിടിച്ചു നിർത്തുക? ഈയൊരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ വിഷയം മനസ്സിലാക്കാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം എന്താണൊരു ഭരണഘടന എന്ന് നമ്മൾ ചർച്ച ചെയ്യും. പിന്നെ അതെങ്ങനെയാണ് രൂപപ്പെട്ടതെന്നും അതിന്റെ ആത്മാവായ ആമുഖം എന്താണ് പറയുന്നതെന്നും നോക്കും. തുടർന്ന് നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ ഘടനയെക്കുറിച്ച് പഠിച്ച ശേഷം എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയെ ഒരു ജീവിക്കുന്ന രേഖ എന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ അവസാനിപ്പിക്കും. ശരി, നമുക്ക് ആദ്യ ഭാഗത്തേക്ക് കടക്കാം. നമ്മുടെ ഭരണഘടനയെപ്പറ്റി പഠിക്കുന്നതിന് മുൻപ് എന്താണൊരു ഭരണഘടന, അതിന്റെ ലക്ഷ്യമെന്താണ് എന്ന് മനസ്സിലാക്കണം. അതായത്, ഭരണം നടത്തുന്നത് വ്യക്തികളുടെ ഇഷ്ടത്തിനല്ല, നിയമങ്ങൾക്കനുസരിച്ചായിരിക്കണം എന്ന അടിസ്ഥാന തത്വം. വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു രാജ്യം എങ്ങനെ ഭരിക്കണം എന്നതിനുള്ള നിയമങ്ങളുടെ പുസ്തകമാണ് ഭരണഘടന. പക്ഷേ അതുമാത്രമല്ല, ഗവൺമെന്റിന്റെ 3 പ്രധാന ഭാഗങ്ങളായ നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നിവയെ ഉണ്ടാക്കുന്നതും അവയ്ക്ക് അധികാരങ്ങൾ നൽകുന്നതും ഏറ്റവും പ്രധാനമായി ആ അധികാരങ്ങൾക്കൊരു ലക്ഷ്മണരേഖ വരയ്ക്കുന്നതും ഭരണഘടനയാണ്. എന്തിനാണ് നമുക്കിത്? പ്രത്യേകിച്ച് ഇന്ത്യയെപ്പോലെ ഒരു രാജ്യത്തിന്. ഓർക്കണം, നമ്മൾ വർഷങ്ങളോളം ഒരു കോളനി ഭരണത്തിന് കീഴിലായിരുന്നു. അവിടെ നിയമവാഴ്ചയായിരുന്നില്ല, മറിച്ച് ഭരിക്കുന്നവരുടെ ഇഷ്ടങ്ങളായിരുന്നു നിയമം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയൊരു രാജ്യത്തിന് പൗരന്മാർക്ക് വ്യക്തമായ അവകാശങ്ങൾ നൽകുന്ന സുസ്ഥിരമായ ഒരു ഭരണ സംവിധാനം അത്യാവശ്യമായിരുന്നു. ഡോക്ടർ അംബേദ്കറുടെ ഈ വാക്കുകൾക്ക് വലിയ അർത്ഥമുണ്ട്. ജീവിതത്തിന്റെ ഒരു വാഹനം എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്? ഇതൊരു അച്ചടിച്ചുവെച്ച നിയമപുസ്തകം മാത്രമല്ല, കാലം മാറുന്നതിനനുസരിച്ച്, സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന, മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിവുള്ള ഒന്നാണ് എന്നാണ്. ഓക്കെ, അപ്പം നമുക്കൊരു നിയമപുസ്തകം വേണമെന്ന് മനസ്സിലായി. പക്ഷെ ആരാണിത് എഴുതിയത്? എങ്ങനെയാണ് ഇത്രയും വലിയൊരു ദൗത്യം അവർ പൂർത്തിയാക്കിയത്? വാ, നമുക്കതിന്റെ ചരിത്രത്തിലേക്കൊന്നു പോയി നോക്കാം. ഇതൊരു ചെറിയ യാത്രയൊന്നും ആയിരുന്നില്ല കേട്ടോ. 2 വർഷം 11 മാസം 18 ദിവസം, അത്രയും സമയമെടുത്താണ് ഈ മഹത്തായ ഗ്രന്ഥം പൂർത്തിയായത്. ഇതിനിടയിൽ ആയിരക്കണക്കിന് ഭേദഗതികൾ ചർച്ച ചെയ്തു. ഓരോ വാക്കും വാചകവും നീണ്ട സംവാദങ്ങൾക്ക് ശേഷമാണ് ഭരണഘടനയുടെ ഭാഗമായത്. ഈയൊരു ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രതിഭകളായിരുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സഭയെ നയിച്ചപ്പോൾ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ തലവനായിരുന്ന ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഭരണഘടനയുടെ മുഖ്യശില്പിയായി മാറി. നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയ്ക്ക് ഒരു ദിശാബോധം നൽകിയത്. പക്ഷേ ഇവർ മാത്രമല്ല, സഭയിൽ 300ഓളം അംഗങ്ങളുണ്ടായിരുന്നു, ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുനിന്നും, എല്ലാ വിഭാഗങ്ങളിൽ നിന്നും. അതുകൊണ്ട് തന്നെ ആ സഭയൊരു ചെറിയ ഇന്ത്യ തന്നെയായിരുന്നു എന്ന് പറയാം. ഇനി പറയാൻ പോകുന്ന പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. 70 വർഷങ്ങൾക്ക് മുൻപ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടന്ന ആ ചർച്ചകൾക്ക് ഇന്നും നിയമപരമായ പ്രസക്തിയുണ്ട്. ഭരണഘടനയിലെ ഏതെങ്കിലും ഒരു വാക്കിന്റെയോ വാചകത്തിന്റെയോ അർത്ഥത്തിൽ സംശയം വന്നാൽ നമ്മുടെ കോടതികൾ, സുപ്രീം കോടതി ഉൾപ്പെടെ, അന്നവരെന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ ഈ ചർച്ചകളുടെ രേഖകളാണ് പരിശോധിക്കുന്നത്. ഭരണഘടനയ്ക്കൊരു ആത്മാവുണ്ടെങ്കിൽ അത് അതിന്റെ ആമുഖമാണ്, അല്ലെങ്കിൽ ഭരണഘടനയുടെ ഒരു തിരിച്ചറിയൽ കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് ഇത് തയ്യാറാക്കിയത്. നിയമപരമായി ഇത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റില്ലെങ്കിലും ഭരണഘടനയെ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു ടോർച്ച് പോലെ വഴികാട്ടുന്നത് ഈ ആമുഖമാണ്. ഈ ഒരൊറ്റ വാചകത്തിലെല്ലാം ഉണ്ട്. നമ്മൾ, ഇന്ത്യയിലെ ജനങ്ങൾ. അതായത്, ഈ ഭരണഘടനയുടെ അധികാരം വരുന്നത് ഒരു രാജാവിൽ നിന്നോ പാർലമെന്റിൽ നിന്നോ അല്ല, മറിച്ച് ജനങ്ങളിൽ നിന്നാണ്. 1973 കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി ഒരു സുപ്രധാന വിധി പറഞ്ഞു. ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമാണ്. മാത്രമല്ല, ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ മാറ്റാൻ പാർലമെന്റിനു പോലും അധികാരമില്ലെന്നും കോടതി വ്യക്തമാക്കി. ഇന്ത്യ എന്ന വീടിന്റെ 4 തൂണുകളാണിവ. പരമാധികാരം, അതായത് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാണ്. സോഷ്യലിസ്റ്റ്, അതായത് സാമൂഹികവും സാമ്പത്തികവുമായ സമത്വം കൈവരിക്കലാണ് ലക്ഷ്യം. മതേതരത്വം, അതായത് രാജ്യത്തിന് ഒരു ഔദ്യോഗിക മതമില്ല. പിന്നെ ജനാധിപത്യം,
ഭരണം ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടേതാണ്. ഇതിൽ സോഷ്യലിസ്റ്റ്, മതേതരത്വം എന്നീ വാക്കുകൾ പിന്നീട് ചേർത്തതാണ് 1976-ലെ 42ാം ഭേദഗതിയിലൂടെ. ഇതൊക്കെയാണ് നമ്മുടെ ഭരണഘടന ഓരോ പൗരനും നൽകുന്ന ഉറപ്പുകൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ. ഇവ വെറും വാക്കുകളല്ല. നീതി, സ്വാതന്ത്ര്യം, സമത്വം തുടങ്ങിയ ആശയങ്ങളെല്ലാം നമ്മുടെ മൗലികാവകാശങ്ങളിലൂടെയും നിർദ്ദേശക തത്വങ്ങളിലൂടെയും ഭരണസംവിധാനത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. ഇതുവരെ നമ്മള് ഭരണഘടനയുടെ ഫിലോസഫിയാണ് സംസാരിച്ചത്, അല്ലേ? ഇനി നമുക്ക് അതിന്റെ സ്ട്രക്ചറിലേക്ക്, അതായത് അതെങ്ങനെയാണ് പ്രവൃത്തിയിൽ വരുന്നതെന്ന് നോക്കാം. ആമുഖത്തിലെ തത്വങ്ങളെല്ലാം എങ്ങനെയാണ് ഒരു ഭരണ സംവിധാനമായി മാറുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന നമ്മുടേതാണെന്ന് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നും. എന്തിനാണ് ഇത്ര വലുതെന്ന്? അതിനൊരു കാരണമുണ്ട്. ഇന്ത്യയുടെ വൈവിധ്യവും സങ്കീർണതയുമാണത്. ഭാവിയിൽ അവ്യക്തതകൾ ഉണ്ടാകാതിരിക്കാൻ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ മുതൽ പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക പരിരക്ഷ വരെ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി തന്നെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. നമ്മുടെ ഭരണഘടന പല രാജ്യങ്ങളിൽ നിന്ന് ആശയങ്ങൾ കടമെടുത്തു എന്ന് പറയാറുണ്ട്. പക്ഷേ ഡോക്ടർ അംബേദ്കർ പറഞ്ഞതുപോലെ അതൊരു കോപ്പിയടി ആയിരുന്നില്ല. ലോകത്തിലെ മികച്ച ഭരണഘടനകളിലെ നല്ല വശങ്ങളെടുത്ത് നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുകയായിരുന്നു. ഉദാഹരണത്തിന്, ബ്രിട്ടനിൽ നിന്ന് പാർലമെന്ററി സംവിധാനവും അമേരിക്കയിൽ നിന്ന് മൗലികാവകാശങ്ങളും നമ്മൾ സ്വീകരിച്ചു. ഈ ഒരു ഭാഗം കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. ഇന്ത്യ പൂർണ്ണമായും ഒരു ഫെഡറൽ രാജ്യമല്ല, എന്നാൽ പൂർണ്ണമായും യൂണിറ്ററിയുമല്ല. ഇതിന്റെ രണ്ടിന്റെയും സ്വഭാവങ്ങളുണ്ട്. സംസ്ഥാനങ്ങൾക്ക് സ്വന്തമായി അധികാരങ്ങളുണ്ട്, അത് ഫെഡറൽ സ്വഭാവം. എന്നാൽ രാജ്യത്തിന്റെ ഐക്യം ഉറപ്പാക്കാൻ കേന്ദ്രത്തിന് കൂടുതൽ ശക്തിയുണ്ട്, അത് യൂണിറ്ററി സ്വഭാവം. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയം പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു അർദ്ധ ഫെഡറൽ സംവിധാനമാണിത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ജനാധിപത്യം പ്രവർത്തിക്കാൻ സഹായിക്കുന്ന മറ്റു ചില പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ഭരിക്കുന്ന പാർലമെന്ററി സംവിധാനം, പൗരന്റെ അവകാശങ്ങളുടെ ആണിക്കല്ലായ മൗലികാവകാശങ്ങൾ, സർക്കാരുകൾക്ക് വഴികാട്ടിയാകുന്ന നിർദ്ദേശക തത്വങ്ങൾ, നമ്മുടെ കടമകളെ ഓർമ്മിപ്പിക്കുന്ന മൗലിക കർത്തവ്യങ്ങൾ, ഭരണഘടനയെ സംരക്ഷിക്കുന്ന സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ, പിന്നെ ജാതി, മത, ലിംഗഭേദമില്ലാതെ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം. നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും മനോഹരമായൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ അതൊരു പുരാവസ്തുവല്ല എന്നതാണ്. അത് ജീവനുള്ള, ശ്വാസമെടുക്കുന്ന, കാലത്തിനനുസരിച്ചു മാറാൻ കഴിവുള്ള ഒരു രേഖയാണ്. അപ്പോ എങ്ങനെയാണ് ഇതിന് ജീവനുണ്ടാകുന്നത്? അതിന്റെ രഹസ്യം ആർട്ടിക്കിൾ 368-ലാണ്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള വഴിയാണിത്. ഇത് ഒരേ സമയം കാഠിന്യമുള്ളതും എന്നാൽ അയവുള്ളതുമാണ്. ചില കാര്യങ്ങൾ മാറ്റാൻ പാർലമെന്റിൽ സാധാരണ ഭൂരിപക്ഷം മതി. എന്നാൽ ഫെഡറൽ ഘടനയെ ബാധിക്കുന്ന കാര്യങ്ങൾ മാറ്റണമെങ്കിൽ പ്രത്യേക ഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം. ഈ ഒരു സന്തുലിതാവസ്ഥയാണ് നമ്മുടെ ഭരണഘടനയെ ഇന്നും പ്രസക്തമാക്കി നിർത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ ഈ ഒരു കാര്യം ഓർക്കുക. നമ്മുടെ ഭരണഘടനയെ ഒരു നിയമപുസ്തകമായി മാത്രം കാണരുത്. സാമൂഹികവും സാമ്പത്തികവുമായ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു സാമൂഹിക രാഷ്ട്രീയ രേഖയായി അതിനെ മനസ്സിലാക്കണം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ ശക്തിയെന്നത് അതിന്റെ സവിശേഷമായ ഘടനയിലും കാലത്തിനനുസരിച്ച് മാറാനുള്ള കഴിവിലുമാണ്. അതിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പുതിയ വെല്ലുവിളികളെ നേരിടാൻ അതിന് സാധിക്കുന്നു. എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാണ്. 75 വർഷങ്ങൾക്കിപ്പുറം ആമുഖത്തിൽ പറയുന്ന ആ മഹത്തായ ലക്ഷ്യങ്ങൾ, അതായത് നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അതൊക്കെ എത്രത്തോളം നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇതൊന്ന് ആലോചിച്ചു നോക്കുക. നന്ദി.